ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. കേരളത്തിലെ 2 വിദ്യാർത്ഥി സംഘടനകൾ പരസ്പരം വർഗീയ ആരോപണങ്ങളുമായി മുന്നേറുകയാണ്. MSFനെ നേരിടാൻ അതിന്റെ പൂർണ്ണ രൂപം പറഞ്ഞാൽ മതിയെന്നും മറ്റായുധങ്ങൾ വേണ്ട എന്നുമാണ് SFA സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് പറഞ്ഞത്. പട്ടിയെ വെട്ടി പരിശീലിക്കുന്നവരാണ് മുസ്ലിം തീവ്രവാദികളെന്ന് MSFനെ വിമർശിക്കുമ്പോൾ പ്രയോഗിക്കുകയും പിന്നെ അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട് നേതാക്കൾ. MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസിനെ വർഗീയവാദിയെന്നാണ് SFA സംസ്ഥാന സെക്രട്ടറി PS സഞ്ജി വിളിക്കുന്നത്. SFI ഇടത് ഹിന്ദുത്വയുടെ പ്രചാരകരായി എന്നാണ് PK നവാസിന്റെ മറുപടി. PK ശശികലയിട്ട ഇലയിലേക്കുള്ള സദ്യയാണ് ഇതെന്നും നവാസ് പറയുന്നു. എന്താണ് ഇടത് ഹിന്ദുത്വം? യഥാർത്ഥത്തിൽ ക്യാമ്പസ് രാഷ്ട്രീയ പോരാട്ടത്തിൽ ജയപരാജയങ്ങളുള്ള വെല്ലുവിളികൾ കൈവിട്ട പ്രതികരണമായതാണോ? മുസ്ലിം ന്യൂനപക്ഷത്തിനായി നിൽക്കുന്ന മുസ്ലിം ലീഗും വിദ്യാർത്ഥി സംഘടന MSFും വർഗീയമെന്ന ആരോപണം ആരെ സഹായിക്കും? ചാപ്പ വന്ന വഴിയേത് എന്നാണ് ചോദ്യം. ചർച്ചയിൽ MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ്, SFA സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സയ്യിദ് മുഹമ്മദ് സാദിഖ്, സാമൂഹ്യ നിരീക്ഷകൻ MN കാരശ്ശേരി എന്നിവരാണ്. ആദ്യം ഞാൻ SFA സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സയ്യിദ് മുഹമ്മദ് സാദിഖിലേക്ക് പോകുന്നു. സയ്യിദ് മുഹമ്മദ് സാദിഖ്, എന്തുകൊണ്ടാണ് MSF എന്ന് കേട്ടാൽ, MSF എന്ന് പറഞ്ഞാൽ മതി, അതിൽ തന്നെയുണ്ട് വർഗീയത എന്ന് SFI നേതാക്കൾ പറയുന്നത്? എന്താണ് അതിനർത്ഥം? ശ്രീമതി സ്മൃതി പരുത്തിക്കാട്, കേൾക്കാമോ? പറയൂ. ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാമല്ലോ. MSF എന്ന മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷനെതിരായി കാലാകാലങ്ങളായി രാഷ്ട്രീയമായി വിമർശനം നടത്തുകയും പരസ്പരം രാഷ്ട്രീയമായി മത്സരിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ് SFI. ആ നിലയിൽ ഞങ്ങൾക്ക് MSFനോട് അനേകം വിമർശനങ്ങളുണ്ട്. ആ വിമർശനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സർവകലാശാലകളിലും ക്യാമ്പസുകളിലും എന്തിനധികം സ്കൂൾ പാർലമെൻറ്റുകളിലും വിജയിക്കാൻ വേണ്ടി സാമുദായിക ധ്രുവീകരണത്തിന് ഉതകുന്ന വിധത്തിലുള്ള പ്രചാരണങ്ങൾക്ക് MSF നേതൃത്വം നൽകുന്നു എന്നുള്ളത്. മുസ്ലിം വിദ്യാർത്ഥികളോട് പ്രത്യേകിച്ച്, നമ്മളെല്ലാവരും മുസ്ലിങ്ങളല്ലേ, നമ്മുടെ ദീനല്ലേ, നമ്മുടെ ദീനിനെ സംരക്ഷിക്കാൻ MSF അല്ലേ വേണ്ടത്, നമുക്കെതിരായി നിൽക്കുന്ന SFI മതനിരാസമല്ലേ, യുക്തിവാദമല്ലേ, നിരീശ്വരവാദമല്ലേ, അവർക്ക് വോട്ട് ചെയ്താൽ മതത്തിനെതിരാവില്ലേ, അതുകൊണ്ട് നമുക്ക് വോട്ട് ചെയ്യേണ്ടതില്ലേ എന്നൊക്കെയുള്ള പ്രചാരണങ്ങൾ എല്ലാ കാലത്തും കേരളത്തിലെ ക്യാമ്പസുകളിൽ MSF നടത്താറുണ്ട്. അതിനെതിരായ വിമർശനങ്ങൾ ശക്തമായി SFI ഉയർത്തിക്കൊണ്ടുവരാറുമുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ MSF ക്യാമ്പസ് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാറുള്ളത് 2-3 നിലകളിലാണ്. ഒന്ന്, മുസ്ലിം ലീഗിൻ്റെയും അനുകൂലമായി നിൽക്കുന്ന മാനേജ്മെൻറ്റുകളുടെയും ഭാഗമായുള്ള കോളേജുകളിൽ, മലബാറിലെ ചില സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിൽ, അവിടെ MSFന് മത്സരിക്കേണ്ടതില്ല. മാനേജ്മെൻറ്റിൻ്റെ കത്തുമായി വന്നാൽ അവിടുന്ന് കൗൺസിലർമാരുണ്ടാകും, അവിടെ യൂണിയൻ ഉണ്ടാകും. മറ്റൊന്ന്, MSFന് ഒറ്റയ്ക്ക് മത്സരിക്കാൻ സാധ്യമാകുന്ന ചില എയ്ഡഡ് കോളേജുകളും അൺഎയ്ഡഡ് കോളേജുകളുമാണ്. അവിടെ MSF ഒറ്റയ്ക്ക് മത്സരിക്കും. മറ്റു ചില കോളേജുകൾ ഗവൺമെൻറ് കോളേജുകളും യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളും എല്ലാമാണ്. അത്തരം സ്ഥലങ്ങളിൽ MSF എന്ന് പറഞ്ഞ് മത്സരിക്കില്ല. പകരം KSUവിനെ കൂടെ ചേർത്ത് UDSF എന്നായി മത്സരിക്കും. കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിലെ ഒരു സ്കൂൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടക്കുമ്പോൾ MSFൻ്റെ ഒരു പ്രവർത്തകൻ പറയാണ്, നമ്മൾ KSUവിൻ്റെ പേരും കൂടെ ചേർക്കുന്നതല്ലേ നല്ലത്, MSF എന്ന് പറഞ്ഞാൽ ഗുണം ചെയ്യുമോ? അപ്പോൾ MSF ശ്രമിക്കുന്ന ഒരു കാര്യം, അവർക്ക് മാനേജ്മെൻറ്റ് അനുകൂലമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജയിക്കാവുന്ന ഇടങ്ങളിൽ മത്സരിക്കാതെ തന്നെ ജയിച്ചു വരിക, ഒറ്റക്ക് മത്സരിച്ച് ജയിക്കാവുന്ന അവരുടെ അനുകൂലമായ എയ്ഡഡ് അൺഎയ്ഡഡ് മേഖലയിൽ അങ്ങനെ മത്സരിക്കുക. ഒരു മതേതര മുഖം ആവശ്യമുണ്ടെന്ന് തോന്നുന്ന ഗവൺമെൻറ് കോളേജുകളിലും സർവകലാശാല ക്യാമ്പസുകളിലും KSUവിൻ്റെ പിന്തുണയും കൂടെ നേടിക്കൊണ്ട് UDSFI മത്സരിക്കുക. അതിനുശേഷം സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പെല്ലാം വരുമ്പോഴേക്ക് KSUവിനെ നൈസായി ചാമ്പി KSUവിന് പോസ്റ്റ് ഒന്നും നൽകാതെ MSF ഒറ്റക്ക് ചില സീറ്റുകൾ കൈകാര്യം ചെയ്യാനുള്ള ശ്രമം നടത്തുക. KSUവിൻ്റെ വോട്ട് വേണം, പക്ഷേ പോസ്റ്റ് MSFന് തന്നെ വേണം. എന്നിട്ട് ജയിച്ചതിന് ശേഷം MSF ഒറ്റക്ക് ജയിച്ചു എന്നൊക്കെ ഉള്ള പ്രചാരണങ്ങൾ നടത്തുക. ഇതിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം MSF മത്സരിക്കുന്നതോ മത്സരിക്കാതിരിക്കുന്നതോ ജയിക്കുന്നതോ തോൽക്കുന്നതോ ഒന്നുമല്ല. ഈ ജയത്തിന് വേണ്ടി അവർ കമ്മ്യൂണൽ കാർഡ് ഉപയോഗിക്കുന്നു ക്യാമ്പസുകളിൽ.
ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവം പറയാം. ഞാൻ ഫറൂഖ് കോളേജിൽ പഠിച്ച വിദ്യാർത്ഥിയാണ്. ഫറൂഖ് കോളേജ് എന്ന് പറഞ്ഞാൽ നവാസിന് അറിയാം. നേരത്തെ ഹരിത വിവാദം ഉണ്ടായ സമയത്ത് ഹരിതയുടെ നേതാക്കൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സ്വയം രാജിവെച്ച് ഒഴിഞ്ഞുപോയ ഒരു കോളേജാണ്. അതുകൊണ്ട് നവാസിന് വളരെ കൃത്യമായിട്ട് അറിയാം ഫറൂഖ് കോളേജിനെ. ആ ഫറൂഖ് കോളേജിൽ പഠിച്ചു വന്ന ഒരാളാണ് ഞാൻ. അവിടെ എന്നെ പല ഘട്ടത്തിൽ ഇവർ നിരീശ്വരവാദിയും യുക്തിവാദിയും മതവിരുദ്ധനുമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്, രഹസ്യമായും പരസ്യമായും, ഹോസ്റ്റലുകളിലും പുറത്തും. കണ്ടോ, ഇങ്ങനെയാണ് MSF പ്രവർത്തിക്കാറുള്ളത്. ഇതിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങൾ നമുക്ക് കേരളത്തിലെ ക്യാമ്പസുകൾ ഉടനീളമുണ്ട്. ഫറൂഖ് കോളേജിലെ തന്നെ 2 സംഭവങ്ങൾ ഞാൻ പറയാം. ഈ അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിൽ ഫറൂഖ് കോളേജിലെ ഫീസ് വർധനവുമായി ബന്ധപ്പെട്ട് ഒരു സമരം MSF പ്രഖ്യാപിക്കുന്നു. ആ സമരത്തിൻ്റെ ഭാഗമായി ആ കോളേജിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ MSF നേതാവ് ഒരു പോസ്റ്റ് ഇടുകയാണ്. ആ പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട്. ഇത് സമുദായത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഈ സമുദായത്തിന് വേണ്ടിയുള്ള പോരാട്ടം, വിദ്യാർത്ഥി സമരത്തെയാണ് പറയുന്നത്, ഇത് സമുദായത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഈ പോരാട്ടം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഈ പോരാട്ടത്തിൽ MSFന്റെ ഒരു എക്സ്ട്രീം വേർഷനാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. ഇൻഷാ അല്ലാഹ് ഈ സമരം ഞങ്ങൾ വിജയിപ്പിക്കും. ഈ നിലയിലേക്ക് MSFന്റെ പോസ്റ്റ് വരുന്നു. ആവശ്യമെങ്കിൽ PK നവാസ് നിഷേധിക്കുകയാണെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ ലഭ്യമാക്കാം. മറ്റൊന്ന് ഫറൂഖ് കോളേജിലെ തന്നെ MSFന്റെ ഒരു പോസ്റ്റാണ്. MSFനെ അവർ പരിചയപ്പെടുത്തുകയാണ്. സർ സയ്യിദിലൂടെ തുടങ്ങി ജിന്നയിലൂടെ ഇക്ബാലിലേക്കും അതേപോലെ കായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബിലേക്കും CH എല്ലാം കടന്നെത്തിയ പ്രസ്ഥാനമാണ് MSF എന്ന് പറഞ്ഞാൽ ജിന്നയെ ലെജിറ്റിമൈസ് ചെയ്യുന്ന ഒരു സമീപനം ഫറൂഖ് കോളേജിൽ നിന്ന് തന്നെ വരുന്നു. നവാസ് ഇപ്പോൾ ഫോൺ കയ്യിലെടുത്ത് അങ്ങനെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടോ എന്ന് ഫറൂഖ് കോളേജിലെ ആളുകളോട് അന്വേഷിച്ചോളൂ. അതിൻ്റെ തെളിവ് വേണമെങ്കിൽ ഞാൻ നൽകാൻ വേണ്ടി തയ്യാറാണ്. കണ്ണൂരിലെ കൃഷ്ണമേനോൻ വുമൻസ് കോളേജിലെ MSFന്റെ കോർഡിനേറ്ററും പിന്നീട് MSFന്റെ റിക്രൂട്ട്മെന്റ് സംവിധാനം ഉപയോഗിച്ച് GIOയിൽ എത്തിച്ചേരുകയും ചെയ്ത പ്രവർത്തക തന്നെ SFI പ്രവർത്തകയായ ഒരു മുസ്ലിം പെൺകുട്ടിയോട് പറയാണ്, അവർ ശരിയല്ല, അവർ മതത്തിനെതിരാണ്. ഈ ക്യാമ്പയിൻ വളരെ പരസ്യമായും രഹസ്യമായും MSF നടത്തുന്നുണ്ട്. ഇത് MSFന് മാത്രം ലഭിക്കുന്ന ഒരു ക്യാമ്പയിൻ അല്ല, മുസ്ലിം ലീഗ് ഇത് നടത്താറുണ്ട്. മതമാണ് പ്രശ്നം എന്ന് കോഴിക്കോട് കടപ്പുറത്ത് പ്രസംഗിച്ചത് KM ഷാജിയാണ്. CPMലേക്ക് പോകുമ്പോൾ, ലീഗിൽ നിന്ന് പോകുമ്പോൾ ദീനിൽ നിന്നാണ് പോകുന്നത് എന്ന് പറഞ്ഞതും KM ഷാജിയാണ്. ഇതേ യോഗത്തിൽ തന്നെ വെച്ച് മുഹമ്മദ് റിയാസിന്റെ വിവാഹത്തെ ഉന്നയിച്ചുകൊണ്ട് അതിനെ മറ്റൊരർത്ഥത്തിൽ ദുർവ്യാഖ്യാനം ചെയ്തത് കല്ലായി അബ്ദുറഹിമാൻ എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാവാണ്. ഈ നിലയിലെല്ലാം അനേകമായ പരാമർശങ്ങൾ മുസ്ലിം ലീഗിന്റെ നേതാക്കളും മുസ്ലിം സ്വത്വം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ മുസ്ലിം വിശ്വാസവുമായി ബന്ധപ്പെട്ട വാചകങ്ങൾ പറയുന്നു എന്നതാണോ SFIയെ പ്രകോപിപ്പിക്കുന്നത്? ഈ വർഗീയതയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഒരു ഡെഫിനിഷൻ എന്താണ്? വർഗീയതയെ നിങ്ങൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? അല്ല, സ്വത്വരാഷ്ട്രീയമോ ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്നതോ ഒന്നുമല്ലല്ലോ. ഇതിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, സമുദായത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് എന്നവർ പറയുന്ന സമയത്ത് അതൊരു തരത്തിലുള്ള ധ്രുവീകരണമാണ് നടത്തുന്നത്. MSFന്റെ ഫുൾ ഫോം എന്താണ്? ഒരു മിനിറ്റ്, MSFന്റെ ഫുൾ ഫോം എന്താണ്? MSFന്റെ ഫുൾ ഫോം സ്മൃതിക്ക് അറിയില്ലേ? അല്ല, അങ്ങ് പറയൂ, അങ്ങയുടെ വായിൽ നിന്ന് ഞാൻ പറയേണ്ട കാര്യമുണ്ട്? ഇവിടെ എല്ലാവരും പറയുന്നതല്ലേ? അങ്ങ് പറയൂന്നേ. ഞങ്ങളുടെ വായിൽ നിന്ന് ഞങ്ങൾ എത്ര നേരത്തെ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്നായിരുന്നു, നവാസ് പ്രസിഡന്റ് ആയതിനു ശേഷം മൗദൂദി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്നാണോ എന്നുള്ളൊരു സംശയം ഞങ്ങൾ. ശരി, അതാണ് നിങ്ങളുടെ ആരോപണം. ഒറ്റ കാര്യമേ ഉള്ളൂ സയ്യിദ് മുഹമ്മദ് സാദിഖ്. ഇപ്പോൾ വർഗീയത എന്ന് പറയുന്നത് അപരമത വിദ്വേഷമാണ്. അങ്ങനെ അപരമത വിദ്വേഷം MSF പറയുന്നുണ്ടോ എന്നൊന്ന് പരിശോധിക്കട്ടെ. ഇപ്പോൾ നിങ്ങളുടെ പ്രശ്നം PK നവാസ് ആണോ? നവാസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയ ശേഷമാണ് ഈ സംഘടന ഇങ്ങനെ മോശമായത് എന്നാണ് സഞ്ജീവ് പറഞ്ഞത്. അങ്ങനെയല്ല, MSF നേരത്തെ അങ്ങനെയാണെന്നാണ് ഇപ്പോൾ നമ്മുടെ പ്രതിനിധി സയ്യിദ് മുഹമ്മദ് സാദിഖ് പറയുന്നത്. നവാസിനെതിരെ ഗുരുതരമായ ആരോപണമാണ്. നവാസ് 2017 മുതലാണ് ഈ സംഘടനയുടെ തലപ്പത്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ മുതൽ മാത്രമല്ല, നവാസിന്റെ ഒരു പ്രയോഗം ഇടത് ഹിന്ദു എന്ന പ്രയോഗം, ഇടത് ഹിന്ദുത്വ എന്ന പ്രയോഗം, അതും അങ്ങൊന്ന് വിശദീകരിക്കണം. തീർച്ചയായും. 2021 ഞാൻ MSFന്റെ അധ്യക്ഷനാകുന്നത്. ശരി. അതിനുശേഷം 2 വർഷം നമുക്കറിയാം കോവിഡാണ്. കോവിഡ് കഴിഞ്ഞ് 2023 മുതലാണ് ക്യാമ്പസുകളിലേക്ക് നമ്മൾ എത്തുന്നത്. ഞാൻ സ്മൃതി, എനിക്ക് സാദിഖിൻ്റെ സംസാരം കേട്ടപ്പോൾ ചിരിയാണ് വന്നത്. കാരണം സാദിഖ് എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? ഉത്തരവില്ലാത്ത അല്ലെങ്കിൽ എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ കുടുങ്ങിപ്പോയ ഒരു SFI നേതാവിനെ ന്യായീകരിക്കാൻ കഴിയാതെ പരുങ്ങുന്ന ചിത്രമാണ് ഈ ചാനലിലൂടെ നമ്മൾ കണ്ടത്. അദ്ദേഹം പറയാണ് KSUവിന് ഞങ്ങളൊന്നും കൊടുത്തില്ല, KSUവിനെ ഞങ്ങൾ കൂടെ കൂട്ടിയില്ല. അത് ആരാ പറയേണ്ടത്? SFIയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആണോ? KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷി സേവിയർ ആണത് പറയേണ്ടത്. അദ്ദേഹം കൃത്യമായി അത് പറഞ്ഞു വെച്ചല്ലോ. അദ്ദേഹം വളരെ കൃത്യമായി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിലപാട് പറഞ്ഞു. അപ്പോൾ KSUവിന്റെ അഭിപ്രായവും ഞാൻ പറയും,
SFIയുടെ അഭിപ്രായവും ഞങ്ങൾ പറയും, ABVPയുടെ അഭിപ്രായവും ഞങ്ങൾ പറയും, വേണ്ടി വന്ന MSFന്റെ അഭിപ്രായം ഞങ്ങൾ പറയും. കാരണം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എന്നതാണ് ഇതിൽ പ്രധാനമായിട്ട് മനസ്സിലാകുന്നത്. ഇനി സ്മൃതി, ഞാൻ കേരളത്തിലെ പൊതുസമൂഹത്തോട്, പ്രത്യേകിച്ച് MM കാരശ്ശേരി മാഷ പോലുള്ള മഹത് വ്യക്തിത്വങ്ങളുടെ ഒരു വേദിയിൽ എന്താണ് ഈ പ്രശ്നത്തിന്റെ കാമ്പ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്കൊരു മിനിറ്റ് സമയം അധികം തരണം. എന്താ ഇവിടെ സംഭവിച്ചത്? ഇപ്പോൾ കഴിഞ്ഞ വ്യാഴാഴ്ച, അതായത് ഓഗസ്റ്റ് മാസം 14-ാം തീയതിയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ SFIയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആദ്യമായി MSF എന്ന് പറയുന്ന മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ എന്ന വർഗീയ സംഘടനയുടെ നേതാക്കന്മാരും സംഘടനയും അറിയാൻ എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ആദ്യമായി കുറിക്കുന്നത്. അതാണ് ഈ ചർച്ചയുടെ ആദ്യത്തെ ഘട്ടം. ഈ മാസത്തെ ഓഗസ്റ്റ് മാസം 14-ാം തീയതി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ SFIയുടെ സെക്രട്ടറി ഇട്ട ഒരു പോസ്റ്റാണ്. അതിന് പിറകിൽ ഈ ഓഗസ്റ്റ് മാസം 16-ാം തീയതി ശനിയാഴ്ച അന്ന് പാലക്കാട് ജില്ലയിൽ വെച്ച് നടത്തിയിട്ടുള്ള സഖാവ് മുസ്തഫയുടെ അനുസ്മരണ യോഗത്തിൽ നിങ്ങൾ കാണിച്ച പ്രസംഗത്തിൽ അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു, നവാസ് ഒരു വർഗീയവാദിയാണ്, MSF ഒരു വർഗീയ സംഘടനയാണ്. ശരി, ഞങ്ങൾക്ക് അത് ആർക്കും പറയാലോ. എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? എന്താ കേരളത്തിൻ്റെ സംഭവിച്ചത്? സ്മൃതി അറിയേണ്ടത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടായി. ഒരു വിദ്യാർത്ഥി സംഘടന സാധാരണഗതിയിൽ 2 തിരഞ്ഞെടുപ്പുകളാണ് ഒരു വർഷം നേരിടുക. ഒന്ന് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പാണ്, നമ്മുടെ സാധാരണ കോളേജുകളുടെ തെരഞ്ഞെടുപ്പ്. അതിന് തെരഞ്ഞെടുക്കുന്ന യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ ഉണ്ടാവും. അവർ യൂണിവേഴ്സിറ്റിക്ക് ഒരു യൂണിയനെ തെരഞ്ഞെടുക്കും. ആ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പാണ് മാധ്യമങ്ങൾ വളരെ പ്രസക്തമായി കൊടുക്കാറുള്ളത്. ഇവിടെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ വർഷം 2024 ഒക്ടോബറിലാണ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത്. 2024 ഓഗസ്റ്റിലാണ് കണ്ണൂരിലെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത്. എന്നിട്ട് ഈ ജൂലൈ മാസം 26-ാം തീയതി കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നു. 100-ലധികം വോട്ടിന് SFIയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇത്രയേറെ വോട്ടിന് കാലിക്കറ്റിൽ അവർ തോറ്റിട്ടില്ല. അത്ര വലിയ തോൽവി അവർക്കുണ്ടായി. അവിടെ വെച്ച് SFIയുടെ സെക്രട്ടറിയുടെ പ്രസംഗം അവരുടെ ഫേസ്ബുക്ക് പേജിലുണ്ട്. ഞങ്ങൾ കണ്ണൂരിൽ വെച്ച് കാണാം എന്നാണ് അദ്ദേഹം പ്രസംഗിച്ചത്. എന്നിട്ട് ഓഗസ്റ്റ് മാസം 6-ാം തീയതി കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് നടന്നു. കണ്ണൂർ ഏതാണ്? SFIയുടെ CPMന്റെ ഹോം ഗ്രൗണ്ട് ആണ്. ആ ഹോം ഗ്രൗണ്ടിലെ തെരഞ്ഞെടുപ്പിൽ ആകെ 3 ജില്ലയുള്ളത്, കണ്ണൂര്, വയനാട്, കാസർഗോഡ്. അതിൽ 2 ജില്ലകളും MSF KSU മുന്നണി സ്ഥാനാർത്ഥികൾ ഈ 2 ജില്ലകളും ജയിച്ചു വന്നു. അപ്പോഴാണ് ഇവർ ഈ പറയുന്ന വർഗീയവാദം പുറത്തേക്ക് വരുന്നത്. ഇപ്പൊ സാദിഖ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് സ്മൃതി, ക്യാമ്പസുകളിൽ വർഗീയത ഞങ്ങൾ ഉപയോഗിക്കുന്നു. ക്യാമ്പസ് തെരഞ്ഞെടുപ്പ് എന്നാ നടന്നത്? 2024 ഒക്ടോബർ മാസത്തിൽ. അപ്പൊ 2024 ഒക്ടോബർ മാസം 10-ാം തീയതി നടന്ന ക്യാമ്പസ് തിരഞ്ഞെടുപ്പ്, ഈ പറഞ്ഞ ഫറൂഖ് കോളേജ് 2024 ഒക്ടോബർ മാസം 10-ാം തീയതിയാണ് ക്യാമ്പസ് തിരഞ്ഞെടുപ്പ് നടന്നത്. ആ 2024 ഒക്ടോബർ മാസം 10-ാം തീയതി നടന്ന ക്യാമ്പസ് തിരഞ്ഞെടുപ്പിൽ ആ വർഗീയത ഉപയോഗിച്ചതിന് അവർക്ക് ബോധോദയം വന്നത് കണ്ണൂരും കാലിക്കറ്റ് തോറ്റു എന്ന് മാത്രമല്ല, ആരോഗ്യ സർവകലാശാലയിലും യൂണിയൻ ഞങ്ങൾ പങ്കാളിത്തം വഹിച്ചു എന്ന് മാത്രമല്ല, കേരള യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾക്ക് സെനറ്റ് അംഗങ്ങൾ ഉണ്ടായി എന്ന് മാത്രമല്ല, കുസാറ്റ് യൂണിവേഴ്സിറ്റി ചരിത്രത്തിൽ ആദ്യമായി KSU പിടിച്ചെടുത്തതിന് ശേഷം എല്ലാം കഴിഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ഇവർക്ക് ഓർമ്മ 1 കൊല്ലം മുമ്പേ ക്യാമ്പസ് ചർച്ചയിൽ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് എന്ന്. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ സ്മൃതി, ഇനി ഇവർ പറഞ്ഞ വാദഗതിക്ക് എന്തെങ്കിലും ഒരു തെളിവ് ഇവർക്ക് മുന്നോട്ട് വെക്കാൻ വേണ്ടി കഴിഞ്ഞോ? ഒരു തെളിവ് പോലും ഇവർക്ക് മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഈ പറയുന്ന പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് 1-2 വീഡിയോ പുറത്തുവിട്ടു. ഞാൻ സ്മൃതിക്ക് അതിന്റെ വീഡിയോ അയക്കാം. കേരളത്തിൽ ഇവരുടെ ഭാഷ ഇവർ തന്നെ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ വിദ്യാർത്ഥി സംഘടന PFI, ആ PFI കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരേ ഒരു യൂണിയൻ കൗൺസിലറെ അവർക്കുണ്ടായിട്ടുള്ളൂ. ആ യൂണിയൻ കൗൺസിലറെ ഉണ്ടാക്കി കൊടുത്തത് SFIയുടെ കൂട്ടത്തിലാണ്. അതിന് വീഡിയോ ഞാൻ അയക്കാം. SFIയുടെ അന്നത്തെ ദേശീയ പ്രസിഡന്റ് VP സാനുവിന്റെ സംഭാഷണം ഉൾപ്പെടെ ഞാൻ നിങ്ങൾക്ക് അയക്കാം. അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ആ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ടു എന്ന് മാത്രമല്ല, ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ടു എന്ന് മാത്രമല്ല, ഞങ്ങൾ ആ ജെംസ് കോളേജ് ജയിച്ചതായി അംഗീകരിക്കുന്നില്ല. കാരണം ക്യാമ്പസ് ഫണ്ടിന്റെ കൂടെയാണ് ഞങ്ങളുടെ കുട്ടികൾ ജയിച്ചത്. അപ്പൊ ചരിത്രത്തിൽ ആദ്യമായി PFI എന്ന് പറയുന്ന നിരോധ സംഘടനയ്ക്ക് ഒരു അംഗത്തെ കൊടുത്ത ആളുകളാണ് ഇവിടെ വന്നിട്ട് വർഗീയതയുടെ കഥ പറയുന്നത്. ഇനി അതൊക്കെ പോട്ടെ, ഞാൻ സാദിഖിനോട് സ്നേഹപൂർവ്വം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ വന്നിട്ട് വർഗീയത പറഞ്ഞാൽ, മുസ്ലിം വർഗീയത പറഞ്ഞാൽ, ഖുർആൻ കൊണ്ടുപോയി സത്യം ചെയ്യിപ്പിച്ചാൽ, അള്ളാന്റെ ദീനാണ് അല്ലെങ്കിൽ ഭഗവീത കൊണ്ടുപോയിട്ട് സത്യം ചെയ്യിപ്പിച്ചാൽ വോട്ട് ചെയ്യുന്നവരാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ എന്നാണോ SFI ധരിച്ചു വെച്ചത്? അങ്ങനെയാണോ SFIയുടെ ധാരണ? ആരാ കേരളത്തിലെ വിദ്യാർത്ഥികൾ? ഈ മോഡി ഭരിക്കുന്ന കാലത്ത് മോഡിയുടെ സംഘടനക്കും മോഡിയുടെ നിലപാടുകൾക്കുമെതിരെ സംസാരിക്കുന്ന ക്യാമ്പസാ കേരളത്തിലെ ക്യാമ്പസ്. പക്ഷെ അങ്ങനെയെങ്കിൽ നവാസ്, നിങ്ങളോട് സഞ്ജീവ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അല്ലല്ല, മോദി സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ, ഇവിടെ പാഠപുസ്തകങ്ങളിലെ മാറ്റങ്ങൾക്കെതിരെ MSF എത്ര സമരം നടത്തിയെന്ന് തിരിച്ചൊരു വെല്ലുവിളിയുടെ ഭാഷയിലുള്ള ചോദ്യമുണ്ട് നിങ്ങളോട്. ഞങ്ങളുണ്ട്. ഇതേ കണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അന്വേഷിക്കണം സ്മൃതി. MSFന്റെ സംസ്ഥാന അധ്യക്ഷനായ എന്റെ പേരിൽ അവിടെ കേസുണ്ട്. എന്താ കാരണം എന്നറിയോ? ദേശീയ വിദ്യാഭ്യാസം നടപ്പിലാക്കിയതാ. കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനത്ത് ഞങ്ങൾ സമരം ചെയ്തതിന്റെ പേരിൽ 6-7 കേസ് ഈ വിഷയത്തിന് പോലും മാത്രം തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷനിലുണ്ട്. എന്താ കാര്യം? ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയതാ. എന്താ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുമ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബംഗാൾ ദേശീയ വിദ്യാഭ്യാസ നയം അവർ കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടതാണ്. ഞങ്ങൾക്കിത് വേണ്ട എന്ന് പറഞ്ഞ് കാവിയിൽ പൊതിഞ്ഞ പട്ട് അത് ഞങ്ങൾ ബംഗാളിൽ നിന്ന് വലിച്ചെറിഞ്ഞു. തൊട്ടപ്പുറത്ത് തമിഴ്നാട് അത് വലിച്ചെറിഞ്ഞു. എന്തിനേറെ കർണാടക കോൺഗ്രസ് ഗവൺമെന്റ് വന്നപ്പോൾ അത് വലിച്ചെറിഞ്ഞു. എല്ലാവരും വലിച്ചെറിയുമ്പോൾ 100% ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയ സ്റ്റേറ്റിന്റെ പേരാണ് കേരളം.
കാവ്യവൽകൃതമായ ഏകശിലാത്മകമായ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ഈ പറയുന്ന RSSകാരന്റെ ആഗ്രഹങ്ങൾക്ക് വഴിയിട്ട് കൊടുത്ത സംസ്ഥാനത്തിന്റെ പേരാ കേരളം. അന്ന് ഞങ്ങൾ സമരരംഗത്തുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഈ പറയുന്ന ഏറ്റുമുട്ടലില്ല, SFI വലിയ ഏറ്റുമുട്ടൽ നടത്തുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ പിറകിലൊരു ചരിത്രം കൂടി സ്മൃതി പഠിക്കണം. ആരാണ് VC-യെ പുനർനിർണ്ണയിക്കുന്ന തീരുമാനം ആദ്യം എടുത്തത്? കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലാണ്. നമുക്കറിയാം CPM-കാരനായ ഒരു VC-യെ പുനർനിയമിക്കാൻ വേണ്ടിയിട്ട് ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്ത് ഇവർ ഒരുമിച്ചു സെറ്റിൽമെന്റ് നടത്തി, ഇവർ ചെയ്തു. അന്ന് തുടങ്ങിയ കൂട്ടുകച്ചവടം അത് ഡിജിറ്റൽ സർവകലാശാലയുടെ VC-യെ നിയമിക്കുന്നിടത്ത് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുന്നിടത്താണ് ഇവരെ തർക്കം ആരംഭിക്കുന്നത്. ഇപ്പോ SFIയുടെ സമരം നടക്കുമല്ലോ. എപ്പോഴാണ് SFIയുടെ സമരം നടക്കുക? VC നിയമനത്തിലേക്ക് പോകുമ്പോൾ പിണറായി വിജയനും ഈ പറയുന്ന 6 ലേക്കർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തും. അപ്പൊ SFIയുടെ സമരം നിൽക്കും. ആ കൂടിക്കാഴ്ച പൊട്ടും. അപ്പൊ സമരം നടത്തും. ഓരിവെപ്പാണ് ഇതിന്റെ പ്രശ്നം എന്നതാണ് ഇപ്പൊ നടക്കുന്ന സമരത്തിന്റെ കാതൽ. അല്ല, സംഘപരിവാർ വൽക്കരണമാണ് കാരണമെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു SFIയെ. ആദ്യം മാർച്ച് നടത്തേണ്ട 6 ലേക്കറിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്ന അതേ സമയത്ത് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ? ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായി നടപ്പിലാക്കിയ സ്റ്റേറ്റായി കേരളം. ശരി നവാസ്, ഇപ്പോൾ SFIയുടെ ഓരോ ആരോപണത്തിനും മറുപടി പറയണം. സയ്യിദ് മുഹമ്മദ് സാദിഖ് ചൂണ്ടിക്കാണിച്ച മറ്റൊരു കാര്യം, നിങ്ങൾ സമുദായത്തിന് വേണ്ടി MSFന് വോട്ട് ചെയ്യണമെന്ന് പറയുക, മറ്റുള്ളവർ അപ്പുറത്തുള്ളവർ SFIക്കാർ അവർക്ക് ഈശ്വരവിശ്വാസമില്ലാത്തവരാണ്, അവർക്ക് വോട്ട് ചെയ്യാമോ എന്ന് ചോദിക്കുക. ഈ രൂപത്തിൽ നിങ്ങൾ ക്യാമ്പയിനിങ് നടത്തിയിട്ടുണ്ടോ തെരഞ്ഞെടുപ്പുകളിൽ? സ്മൃതി, ഞാൻ നിങ്ങളുടെ ഈ ചർച്ചയിലേക്ക് കയറുന്നതിന് മുമ്പ് റിപ്പോർട്ടർ ചാനലിലെ ഒരു വാർത്ത എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ സൈനിക മേധാവി അസീം മുനീർ ഇന്ത്യയെക്കുറിച്ച് നിരന്തരമായി കളവ് പറയുന്നു എന്നതാണ്. അത് കളവാണെന്ന് നമുക്ക് മനസ്സിലായത് എങ്ങനെയാണ്? തെളിവില്ലാതെ വെറുതെ അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എന്ന പോലെ SFIയുടെ നേതാക്കന്മാർ തെളിവില്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ജിന്നയെ പുകഴ്ത്തുന്നവരുമുണ്ട് നിങ്ങൾക്കിടയിൽ എന്നാണ് പറഞ്ഞത്. പുറത്തുവിട്ടത് ഒരു വോയിസ് ആണ്. ജിന്നയെ പുകഴ്ത്തുന്നവർ നിങ്ങൾക്കിടയിലുണ്ടെന്ന് ഞാൻ പറയാലോ. MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് ഞാനാണല്ലോ. അപ്പൊ ഇതിന്റെ സംഘടനയുടെ നിലപാട് പറയേണ്ട നിലവിലെ വ്യക്തി ഞാനാണ്, സാദിഖല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഞങ്ങൾ 1948 മാർച്ച് മാസം 10-ാം തീയതി ജനാധിപത്യ ഇന്ത്യക്കകത്ത് ജനാധിപത്യ സംഘടന ആരംഭിച്ചവരാണ്. ബഹുമാനപ്പെട്ട MM കാരശ്ശേരി മാഷ് ഇരിക്കുന്നുണ്ട്. കാരശ്ശേരി മാഷിന്റെ മുസ്ലിം രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിലെ ഇന്ത്യയിലെ മുസ്ലിം ധാരകളെ കുറിച്ചൊക്കെ വിശദമായി പറയുന്നുണ്ട്. അവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്താണ് എന്ന് കാരശ്ശേരി മാഷ് തന്നെ എഴുതി വെച്ചത് ബഹുമാനപ്പെട്ട SFIയുടെ നേതാവ് ഒന്ന് വായിച്ചാൽ ഞങ്ങളെക്കുറിച്ചുള്ള സംശയം തീരും. നിങ്ങളെപ്പോലത്തെ ആളുകൾ വായിക്കാതിരിക്കുന്നതും ദേശാഭിമാനിയുടെ ചിത്രം നോക്കി പ്രസംഗിക്കുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. ഞാനൊരു കാര്യം കൂടി അതുകൊണ്ട് കൂട്ടിച്ചേർക്കട്ടെ. ഇപ്പോ നേരത്തെ SFIയുടെ പ്രസിഡന്റിന്റെ ഒരു പ്രസംഗമുണ്ട്, ഒരു സംസാരമുണ്ട്. എന്തായാലും പറയുന്നത് അറിയോ? ഞങ്ങൾ കേരളത്തിന്റെ തെരുവിലിറങ്ങി MSFന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ തീരാവുന്നതേ MSF ഉള്ളൂ. എനിക്ക് മനസ്സിലായില്ല അദ്ദേഹം എന്താ ഉദ്ദേശിച്ചത്. അന്ന് SFIയുടെ നേതാവിനോട് ചോദിക്കണം. MSFന്റെ ഫുൾ ഫോം എന്ന് തെരുവിൽ പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ അദ്ദേഹം ഉദ്ദേശിച്ചത്? മുസ്ലിം സ്റ്റുഡന്റ് ഫെഡറേഷൻ. അത് പറഞ്ഞാൽ എന്താ അദ്ദേഹത്തിന്റെ കുഴപ്പം? അപ്പൊ അതിലെ മുസ്ലിം എന്ന വാചകം പറഞ്ഞാൽ എന്തോ ഒരു ഭീകരമായ കുഴപ്പമുണ്ട്. ഇതാരുടെ അജണ്ടയാണ് സ്മൃതി? ഇതാരുടെ അജണ്ടയാണ്? ഈ രാഷ്ട്രീയം നമ്മൾ ഇതിനു മുമ്പ് കണ്ടല്ലോ. വിജയ് എന്ന് പറയുന്ന അഭിനേതാവ് നമ്മളൊക്കെ വളരെ സ്നേഹത്തോടു കൂടി കാണുന്ന നടനാണ് വിജയ്. ആ വിജയെ നോക്കിയിട്ട് അദ്ദേഹം വിജയ് മാത്രമല്ല ജോസഫ് വിജയ് ആണ് എന്ന് പറഞ്ഞത് ആരാണ്? തമിഴ്നാട് BJPയുടെ പ്രസിഡന്റ് അണ്ണാമലയാണ്. അത് വിജയ് അല്ല, ജോസഫ് വിജയ് ആണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ആ ജോസഫ് എന്ന് പറയുന്ന മൈനോറിറ്റി നാമത്തിന്റെ അപകടത്തെക്കുറിച്ച് പൊതുജനങ്ങളിലേക്ക് അതിന്റെ അപകടം ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ BJPയുടെ തമിഴ്നാട് ഘടകം പ്രസിഡന്റ് അണ്ണാമല ചെയ്തത്. കേരളത്തിലുണ്ടായല്ലോ കമൽ എന്ന് പറയുന്ന നമ്മളൊക്കെ ഏറെ ആസ്വദിച്ച മലയാള സിനിമാ സംവിധായകൻ. ആ കമലിനെ നോക്കിയിട്ട് അത് കമാലുദ്ദീൻ ആണ് എന്ന് പറഞ്ഞത് ഇവിടുത്തെ സംഘപരിവാർ നേതാക്കന്മാരാണ്. എന്ന പോലെ SFIയുടെ പ്രസിഡന്റ് വന്നിട്ട് പറയാണ് MSF അല്ല, അതിന് ഫുൾ ഫോം എന്ന് തെരുവിൽ പറഞ്ഞാൽ ആ പ്രശ്നം തീരും. ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ എന്നും മുസ്ലിം ലീഗ് എന്നും മുസ്ലിം യൂത്ത് ലീഗ് എന്നും പറഞ്ഞിട്ടാണ് നാളിതുവരെ പ്രവർത്തിച്ചത്. അതിൽ തർക്കമൊന്നുമില്ല. ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം സ്മൃതി. ഒന്നേ പറയാനുള്ളൂ. എനിക്ക് ഈ ചർച്ചയുടെ ഒക്കെ ആകത്തുകയായി പറയാനുള്ള ഒരു കാര്യം, SFIയുടെ നേതാക്കന്മാരോട് കേരളത്തിലെ ക്യാമ്പസിലെ 17ഉം 18ഉം വയസ്സുള്ള പൊതു തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുമ്പിലേക്ക് ആരെങ്കിലും വർഗീയത പറഞ്ഞാൽ അതിൽ മസ്തിഷ്ക പ്രക്ഷാളനം സംഭവിച്ച് രക്തം ഇങ്ങനെ തിളച്ചിട്ട് വർഗീയതയിൽ ഇങ്ങനെ കുമിഞ്ഞുകൂടിയിട്ട് അവർ വർഗീയത പറയുന്ന ആൾക്ക് വോട്ട് ചെയ്യും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. നിങ്ങൾ ഇപ്പോഴും കേരളത്തിലെ ക്യാമ്പസിനെ വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ പരാജയത്തിന്റെ ഭീതിയിൽ, പരാജയത്തിന്റെ ആഘാതത്തിൽ ഒരുപക്ഷെ കേരളത്തിൽ ഇത്രയേറെ സർവകലാശാല SFIക്ക് നഷ്ടപ്പെട്ട ഒരു ഘട്ടം ഉണ്ടായിട്ടില്ല. കേരള സർവകലാശാലയിൽ അക്കൗണ്ട് ഓപ്പണിംഗ് ഉണ്ടാകുന്ന ഒരു ഘട്ടം ഉണ്ടായിട്ടില്ല. കുസാറ്റ് ഇവർക്ക് നഷ്ടപ്പെട്ട ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. കുഹാസ് ഇവർക്ക് നഷ്ടപ്പെട്ട ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. കാലിക്കറ്റ് ഇത്രയേറെ വോട്ടിന് തോൽക്കുന്ന ഘട്ടം ആദ്യമായിട്ടുണ്ടാവാൻ. കണ്ണൂരിൽ 26 കൊല്ലത്തിനൊക്കെ ആദ്യമായി അവർക്ക് 2 സീറ്റിൽ പരാജയം ഉണ്ടാവുകയാണ്. എന്തിനേറെ കണ്ണൂരിലെ ഹോം ഗ്രൗണ്ടിലെ പരിയാരം മെഡിക്കൽ കോളേജ് മുഴുവൻ സീറ്റിലും MSF KSUs ഒക്കെ ജയിക്കാൻ. അപ്പൊ കേരളത്തിലെ ക്യാമ്പസുകളിൽ SFI കൈവിടുമ്പോ AVP, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ ഈ നിമിഷം നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാവുന്ന ഒരു വാർത്ത എന്താണെന്നറിയോ?
കാസർഗോഡ് ഏറ്റവും വലിയ കോളേജ് കാസർഗോഡ് ഗവൺമെന്റ് കോളേജാണ്. അവിടെ ABVPയുടെ യൂണിയൻ ഉണ്ടായിരുന്ന കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു കോളേജാണ്. അവിടെ ABVP തകർത്തുകൊണ്ട് ത്രികോണ മത്സരം നടക്കാറ്. ഞങ്ങളുണ്ടാകും, MSF KSM ഉണ്ടാവും, SFI ഉണ്ടാവും, ABVP ഉണ്ടാവും. ഇന്ന് അവിടെ നോമിനേഷൻ പ്രക്രിയ പൂർത്തീകരിച്ചു. ആ കോളേജിന്റെ ചരിത്രത്തിൽ ആദ്യമായി ABVP ജനറൽ പോസ്റ്റിലേക്ക് മത്സരിക്കുന്നില്ല. എല്ലാ ചെറിയ പോസ്റ്റിലേക്ക് മത്സരിക്കുന്നുണ്ട്, ജനറൽ പോസ്റ്റിലേക്ക് മത്സരിക്കുന്നില്ല. അവർ പരസ്യമായി പ്രഖ്യാപിക്കാൻ SFIയെ ഞങ്ങൾ പിന്തുണയ്ക്കും. ഈ നിമിഷം വരെ ഒരു വാക്കുകൊണ്ട് SFIയുടെ നേതാവ് ഞങ്ങൾക്ക് നിങ്ങളെ വോട്ട് വേണ്ട എന്ന് പറയാൻ തയ്യാറായിട്ടില്ല. ഒരാഴ്ച കാലമായി ഓവർ ടൈം ഡ്യൂട്ടി എടുക്കായിരുന്നല്ലോ ABVPക്ക് വേണ്ടിയിട്ട്. അതിന്റെ കൂലി വാങ്ങുകയാണെന്ന് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ. മറുപടി നൽകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എനിക്ക് കാർശ്ശേരി മാഷിലേക്കാണ് അടുത്തായി പോകേണ്ടത്. കാർശ്ശേരി മാഷിലേക്ക്. മാഷേ, ഇപ്പോൾ വേഷം കണ്ടാൽ അറിയാം ആളുകളെ എന്ന് പറഞ്ഞ നേതാവിനെ നമുക്കറിയാം. അതേപോലെ MSF എന്ന് കേട്ടാൽ അത് മുഴുവൻ പറയണമെന്നില്ല, അപ്പോൾ അറിയാം അവരെന്താണ് എന്ന് ഒരു SFI നേതാവ് പറയുകയാണ്. അതിനർത്ഥം എന്താണ്? അതുണ്ടാക്കുന്ന ദൂരവ്യാപക പ്രത്യാഘാതം എന്താണ്? സ്മൃതി, നമുക്ക് എന്നും പ്രത്യേകിച്ച് ഇന്നത്തെ അവസ്ഥയിൽ ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു കൂട്ടരാണ് നമ്മുടെ യുവജനങ്ങളും വിദ്യാർത്ഥികളും. അവരുടെ ഇടയ്ക്ക് ഈ അളവിലുള്ള വിഷലിപ്തമായ ചർച്ചകൾ നടക്കുന്നത് നമ്മുടെ അന്തരീക്ഷം കൂടുതൽ വഷളാക്കും, യാതൊരു സംശയമില്ല. ഇത് കാരണം വിചാരിച്ചാൽ ഈ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം എന്താണ്, അവർ 1937 രൂപീകരിച്ച മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ രാഷ്ട്രീയം എന്താണ് എന്നൊക്കെ ഉള്ളത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ, കോൺഗ്രസ്സുകാരാണെങ്കിലും CPMകാരാണെങ്കിലും തരാതരം പോലെ മാറി മാറി വ്യാഖ്യാനിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ 1994 ഉണ്ടായ മുസ്ലിം ലീഗിൻ്റെ ഒരു കഷ്ണം ഇന്ത്യൻ നാഷണൽ ലീഗ് INL ഇപ്പോഴും LDF ഉണ്ടല്ലോ. അവരുടെ MLA അഹമ്മദ് ദേവർകോവിൽ 2.5 കൊല്ലം മന്ത്രിയായിരുന്നല്ലോ. അവർക്കൊരു വിദ്യാർത്ഥി യൂണിയൻ ഉണ്ടല്ലോ, അതിൻ്റെ പേര് നാഷണൽ സ്റ്റുഡൻസ് ലീഗ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഇവരുടെ കൂടെ ഉണ്ട്, LDFൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളിത് വകതിരിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാമുദായിക രാഷ്ട്രീയം എന്ന് പറയുന്നതും വർഗീയ രാഷ്ട്രീയം എന്ന് പറയുന്നതും രണ്ടാണ്. ഞാനിപ്പോൾ ഓർക്കുന്ന ഒരു രംഗം, ഒരിക്കൽ ഇതിനെപ്പറ്റി ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഭാഗ്യവശാൽ എനിക്ക് അടുപ്പമുണ്ടായിരുന്ന CH മുഹമ്മദിയോട് ഞാൻ ചോദിച്ചിരുന്നു ഈ കാര്യം. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി വളരെ പ്രസക്തമെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞങ്ങൾ മുസ്ലിങ്ങളായതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യം വേണം, എന്തെങ്കിലും സൗജന്യം വേണം, എന്തെങ്കിലും സമ്മാനം വേണം എന്ന് ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല, ഞങ്ങളങ്ങനെ പറയാൻ പാടില്ല. പിന്നെ ഞങ്ങൾ എന്താ പറയുന്നത്? ഞങ്ങൾ ന്യൂനപക്ഷക്കാരാണ്, പിന്നോക്കക്കാരാണ്. പിന്നോക്കക്കാരും ന്യൂനപക്ഷക്കാരും ആയിപ്പോയതിൻ്റെ പേരിൽ, മുസ്ലിങ്ങളായിപ്പോയതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് അവകാശപ്പെട്ട വല്ലതുമുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടാതെ നോക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ് ഈ സമയത്ത്. അപ്പോൾ നമ്മൾ ഈ അളവിൽ ഒരു പിന്നോക്ക സമുദായം അല്ലെങ്കിൽ ന്യൂനപക്ഷ സമുദായം അവർക്ക് ഒരു തരത്തിലുമുള്ള മതരാഷ്ട്രവാദം ഇല്ല എന്ന് വളരെ വ്യക്തമാണ്. ഇപ്പോൾ മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടി 1967 സപ്തമുന്നണിയിൽ EMS നമ്പൂതിരിപ്പാട് അന്ന് അദ്ദേഹം ഉന്നയിച്ച ഒരു തത്വം ഞാൻ യോജിക്കാത്തൊരു തത്വമാണ്. അദ്ദേഹം പറഞ്ഞത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒന്നല്ല എന്നാണ്. ഭൂരിപക്ഷ വർഗീയത എതിർത്താൽ മതി, ന്യൂനപക്ഷ വർഗീയത ആ അളവിൽ എതിർക്കാൻ പാടില്ല. അന്നത്തെ ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. 1967 രണ്ടാം EMS മന്ത്രിസഭയാണ് മലബാറിലെ മദ്യനിരോധനം എടുത്തു കളഞ്ഞത്. ആ മന്ത്രിസഭയാണ് ലോട്ടറി, സർക്കാർ ലോട്ടറി എന്ന ഏർപ്പാട് അന്നത്തെ ധനകാര്യമന്ത്രി PK കുഞ്ഞ് ആണ് നടപ്പാക്കിയത്. ഈ സമയത്ത് ലോട്ടറി ഹറാമാണ് എന്നോ മദ്യം ഹറാമാണ് എന്നോ അത് ഞങ്ങളുടെ മതത്തിന് യോജിക്കുന്നതല്ല എന്നോ പറയാൻ മുസ്ലിം ലീഗ് ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, അവർ സാമുദായികമായ അവരുടെ അവശതയ്ക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിലേ അതിന് ഉള്ളൂ. പിന്നെ അവരൊരിക്കലും ഇപ്പോൾ മതവികാരം ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും നിയമസഭാ മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു ലോക്സഭാ മണ്ഡല സ്ഥാനാർത്ഥി വോട്ട് പിടിച്ചോ ഇല്ലേ എന്നിപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷെ അതിൻ്റെ തത്വം എന്ന് പറയുന്നത് മതരാഷ്ട്രമല്ല. കൃത്യമൊരു വ്യാഖ്യാനം
SFIക്കുണ്ടോ എന്നൊരു സംശയം കൂടിയുണ്ട്. കാരണം അന്യമത വിദ്വേഷം പറയുന്നവരെയും സ്വന്തം സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെയും ഒരേ തട്ടിലിട്ട് കാണുകയാണ്. ഇപ്പോൾ ആ സംഘടനയുടെ പേരിലുണ്ട് എല്ലാം എന്ന് പറയുന്നതിൽ അർത്ഥം അങ്ങനെ വേണം വ്യാഖ്യാനിക്കാൻ. മുസ്ലിം എന്ന് ചേർക്കുമ്പോൾ അത് വർഗീയമാകുന്നു എന്ന വിലയിരുത്തലിലേക്ക് പോവുകയാണെങ്കിൽ അത് വലിയ ദോഷം ചെയ്യും. അത് യഥാർത്ഥത്തിൽ ആർക്കാണ് ഗുണം ചെയ്യുക എന്ന് നമുക്ക് ഇതിനകം തന്നെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. KP ശശികലയെ പോലുള്ളവർ ഇതിനെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രതികരണം ഇതിനകം നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. അതെ, എന്താണെന്ന് വിചാരിച്ചാൽ ഇതിപ്പോൾ ഞാൻ ആവർത്തിക്കുകയാണ്, പിന്നോക്കക്കാരും ന്യൂനപക്ഷങ്ങളും ആയ ഒരു സമുദായക്കാർ അവരുടെ സാമുദായികമായ അവശത പരിഹരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നതും മറ്റൊരു മതത്തെ അല്ലെങ്കിൽ സമുദായത്തെ അല്ലെങ്കിൽ സമൂഹത്തെ നിന്ദിക്കുകയോ അവരോട് വിദ്വേഷം വളർത്തുകയോ ചെയ്യുന്ന തരത്തിൽ പ്രവർത്തിക്കുകയോ പ്രസംഗിക്കുകയോ പ്രബന്ധം എഴുതുകയോ ചെയ്യുന്നതിനാണ് വർഗീയത എന്ന് നമ്മളൊക്കെ പറയാം. ഇപ്പോൾ ഒരു കാലത്തും നമുക്ക് പരിചയമുള്ള പഴയ കാലത്ത് SNDPക്ക് അങ്ങനെ ഒരു ഏർപ്പാടില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ നാരായണ ഗുരു ഒരിക്കലും, അദ്ദേഹമാണല്ലോ അതിൻ്റെ സ്ഥാപകൻ, 1903 നാരായണ ഗുരു SNDP സ്ഥാപിക്കുമ്പോൾ ഒരാൾക്കും അതിനെപ്പറ്റി ഒരു എതിർപ്പുണ്ടായിരുന്നില്ല. എന്താ കാരണം? നാരായണ ഗുരു അങ്ങനെ ഒരു അപരത്വം, അന്യമത വിദ്വേഷം, അന്യസമുദായ വിദ്വേഷം പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നിർഭാഗ്യവശാൽ അതിൻ്റെ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അത് മാത്രമാണ് പറയുന്നത്. അദ്ദേഹമാണ് ഇപ്പോൾ കേരള ഗവൺമെൻറ് ന്യൂനപക്ഷ സംരക്ഷണത്തിൻ്റെ നേതാവാക്കി വെച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് തീർത്തും വിദ്വേഷം മാത്രമാണ്. ഹേറ്റ് സ്പീച്ച് എന്ന് പറയുന്നത് ക്രിമിനൽ കുറ്റമാണ്. ഇന്ത്യൻ നിയമം അനുസരിച്ച് വിദ്വേഷ പ്രസംഗം ക്രിമിനൽ കുറ്റമാണ്. അപ്പോൾ ഈ തരത്തിൽ സംഘപരിവാറിനെ സഹായിക്കുന്ന തരത്തിലാണ് നിർഭാഗ്യവശാൽ SFIയുടെ ഈ തരത്തിലുള്ള പദപ്രയോഗങ്ങൾ മുഴുവൻ വരുന്നത്. ഇപ്പോൾ ഇവിടെ SFIയുടെ നേതാവ് MSFൻ്റെ ഫുൾ ഫോമായിട്ട് പറഞ്ഞ ഒരു കാര്യം മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്നല്ല, മൗദൂദി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്നാണ്. അതായത് മുസ്ലിം എന്ന് പറയുന്നതും മൗദൂദിസം എന്ന് പറയുന്നതും ഒന്നാണ് എന്ന് പറയുന്നതിൻ്റെ പ്രയോജനം സംഘപരിവാറിനാണ്. അത് അറിയാതെ അബദ്ധം പറ്റുന്നതാണെന്ന് ഞാൻ തീരെ വിചാരിക്കുന്നില്ല. അത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അത് വളരെ വളരെ അപകടമാണ്. നമ്മുടെ സമൂഹത്തിലെ സൗഹാർദ്ദ അന്തരീക്ഷം നശിപ്പിക്കുന്ന, പരസ്പരം ധ്രുവീകരണം, ചേരിതിരിവുണ്ടാക്കുന്ന, അതുപോലെ സംശയമുണ്ടാക്കുന്ന, അതായത് ഇപ്പം മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ ഒരു വ്യത്യാസമില്ല എന്നാ ഈ പറഞ്ഞതിൻ്റെ നേരെ മലയാളം. അത് തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് മുസ്ലിം രാഷ്ട്രീയവും ഇസ്ലാമിക രാഷ്ട്രീയവും ഒന്നല്ല. മുസ്ലിം രാഷ്ട്രീയം എന്ന് പറയുന്നത് സമുദായത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. ഇസ്ലാമിക രാഷ്ട്രീയം എന്ന് പറയുന്നത് മതരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ആ വ്യത്യാസം തിരിയാത്ത കൂട്ടരല്ല ഇപ്പോഴാണ് P. ജയരാജൻ അതിനെപ്പറ്റി പുസ്തകം എഴുതുന്നത്. കാരണം മാറി മാറി ഇവരൊക്കെ പല സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ മേടിച്ചവരാണ്. അതവർ സമ്മതിക്കുകയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അബ്ദുൽ നാസർ മദനി ആണെങ്കിലും ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിലും ഒക്കെ SDP ആണെങ്കിലും ഒക്കെ ഇവരൊക്കെ അത് ഇടയ്ക്ക് UDFനുണ്ട് കേട്ടോ, LDFന് മാത്രമുള്ള കുറ്റമല്ല അത്. അപ്പോൾ ഈ മുസ്ലിം രാഷ്ട്രീയവും ഇസ്ലാമിക രാഷ്ട്രീയവും വേറിട്ട് മനസ്സിലാക്കാനുള്ള ഉത്തരവാദിത്തം ആദ്യമുള്ളത് ഇവിടുത്തെ തൊഴിലാളി വർഗ പാർട്ടിയാണ്, പാവപ്പെട്ടവന്റെ പാർട്ടിയാണ്, പുരോഗമന പ്രസ്ഥാനമാണ് എന്ന് അവകാശപ്പെടുന്ന CPMനാണ്. ഇപ്പോ അത് തിരിച്ചറിയാതെ ക്യാമ്പസുകൾ മുഴുവൻ വിഷലിപ്തമാക്കുന്ന മട്ടിൽ ഒരു ചർച്ച ഉൽപ്പാദിപ്പിക്കുന്നത് അങ്ങേയറ്റം അപകടകരമാണ് എന്ന് എല്ലാ കൂട്ടരും തിരിച്ചറിയണമെന്നാണ് എൻ്റെ അപേക്ഷ. ശരി, ശ്രീ സയ്യിദ് മുഹമ്മദ് സാദിഖ്, ഇപ്പോൾ ഈ വർഗീയതയ്ക്കെതിരെ നിലപാടെടുക്കുന്നതിൽ SFIക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്വം കൂടുതലുണ്ട് എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ കാരശ്ശേരി മാഷ് നടത്തുന്നത്. നിങ്ങൾ ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് പകരം അതിന് വളം ഇടുന്ന രീതിയിലുള്ള പ്രതികരണമാണോ നടത്തുന്നത് എന്നുള്ള ചോദ്യം. ഇപ്പോൾ നവാസ് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക. ABVPയുടെ പിന്തുണ കാസർഗോഡ് കോളേജിൽ അത് നിങ്ങൾ നിരാകരിക്കാത്തത് എന്താണ് എന്നുള്ള ചോദ്യം. പിന്നീട് ഈ PFIയുമായി സഹകരിച്ചതിനെ കുറിച്ചുള്ള കാര്യം പറഞ്ഞു, അതിനങ്ങ് മറുപടി പറയണം. അതോടൊപ്പം തന്നെ ഇപ്പോൾ SFIയും SFI മത്സരിക്കുമ്പോൾ SFIയുടെ തീരുമാനം എങ്ങനെ മത്സരിക്കണം എന്നുള്ളത്, അപ്പുറത്ത് UDSFI മത്സരിക്കണമോ, KSUയും MSFും വേറെ വേറെ മത്സരിക്കണോ എന്നുള്ളത് അവരുടെ ആഭ്യന്തര കാര്യമാണല്ലോ. അപ്പോൾ അവരുടെ മത്സര രീതിയെക്കുറിച്ച് കൂടുതൽ വ്യാഖ്യാനിച്ച് തലപുണ്ണാക്കേണ്ട കാര്യമുണ്ടോ SFIക്ക്? യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് പരാജയങ്ങളിലേറ്റ പ്രശ്നമായിരുന്നു എങ്കിൽ അത് പറയേണ്ടത് 2024 ഒക്ടോബറിനോട് അടുത്ത സമയത്തായിരിക്കണമായിരുന്നല്ലോ. ഇപ്പോൾ ഓഗസ്റ്റ് 14 അങ്ങനെ ഒരു വാദവുമായി നിങ്ങൾ വന്നത് എന്തിനാണ് എന്ന ചോദ്യം. അങ്ങ് മൂന്ന് ചോദ്യങ്ങൾക്കും മറുപടി പറയൂ. ഇവിടെ
മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ പ്രസിഡന്റ് നവാസും കാരശ്ശേരി മാഷും സമയമെടുത്ത് വിശദീകരിച്ച കാര്യങ്ങളിൽ അനേകം കാര്യങ്ങൾ ഞാൻ മറുപടി പറയേണ്ടതായുണ്ട്. എനിക്ക് പുതുതായി പറയേണ്ട കാര്യങ്ങളുമുണ്ട്. സ്വാഭാവികമായും അതിനുതകുന്ന നിലയിൽ എനിക്ക് സമയം അനുവദിച്ച് തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ആദ്യം ഞങ്ങൾ പറയുന്ന കാര്യം, തെരഞ്ഞെടുപ്പിൽ തോറ്റതിൻ്റെയോ വിജയിച്ചതിൻ്റെയോ അടിസ്ഥാനത്തിലല്ല ഞങ്ങൾ ഈ വാദം ഉന്നയിച്ചതെന്ന് പറയാൻ കാരണം, ഓഗസ്റ്റ് 14 SFI സംസ്ഥാന സെക്രട്ടറി ആദ്യമായി ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അന്ന് കേരളത്തിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്ന ദിവസമാണ്. സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ മുന്നേറ്റമാണ് SFI ഉണ്ടാക്കിയിട്ടുള്ളത്. മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ മത്സരിച്ചിട്ടുണ്ട്, ചിലയിടങ്ങളിൽ ജയിച്ചിട്ടുണ്ട്. മഹാഭൂരിപക്ഷം ക്യാമ്പസുകളിൽ SFI വിജയിച്ചൊരു ദിവസമാണ്. അതുമാത്രവുമല്ല, പാർട്ടീഷൻ ഹൊറർ ഡേ എന്നുള്ള നിലയിൽ ഒരു വിഭജന ഭീതി ദിനം ആചരിക്കാൻ വേണ്ടി ആർലേക്കർ ആഹ്വാനം ചെയ്യുകയും അതിനെതിരായി വലിയൊരു സമരത്തിന്റെ മുഖത്ത് ഞങ്ങൾ നിൽക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ്. എന്ന് പറഞ്ഞാൽ സംഘപരിവാർ വർഗീയതക്കെതിരായി ഞങ്ങളൊരു നിലപാട് സ്വീകരിച്ച് അതിന്റെ സമരമുഖത്ത് നിൽക്കുന്ന സന്ദർഭം. അതേ ദിവസം ഞങ്ങൾ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. അപ്പോൾ കേരളത്തിലെ വ്യത്യസ്ത സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും MSF സമാനമായ നിലപാട് സ്വീകരിച്ചപ്പോൾ, വർഗീയമായ വോട്ട് ക്യാമ്പയിനുകൾ നടത്തിയപ്പോൾ ഞങ്ങൾക്കത് പറയേണ്ടി വന്നു. ഈ ഘട്ടത്തിലാണ് സംസ്ഥാന സെക്രട്ടറി ഇത് പറഞ്ഞതെന്നേ ഉള്ളൂ. ഓഗസ്റ്റ് 14 MSF എന്ത് ചെയ്തു അങ്ങൊന്ന് വ്യക്തമായി പറയൂ. ഓഗസ്റ്റ് 14 സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ വിവിധ സ്കൂളുകളിൽ മുസ്ലിം വിദ്യാർത്ഥികളോട് MSFന്റെ ആളുകൾ പറയുകയാണ്, നിങ്ങൾ ദീനിന്റെ ഭാഗമായിട്ടുള്ള ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം. അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ലഭ്യമാക്കാം. കണ്ണൂർ ജില്ലയിലെ ഒരു സ്കൂളിലെ കാര്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. നമ്മൾ MSF ആയി മത്സരിക്കുന്നതിനേക്കാൾ KSU ആയി മത്സരിക്കുന്നതല്ലേ ഗുണം എന്ന് ചോദിക്കുന്ന സന്ദർഭം ഉണ്ടായി. അസിമുനീർ പറയുന്ന പോലെ പറയല്ലേ, അല്ല സയ്യിദ് മുഹമ്മദ് സാദിഖ് ഏതെങ്കിലും ഒരു സ്കൂളിൽ ഒരു നേതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ MSFന് നേതാവിനും തിരുത്തിക്കണമല്ലോ. അങ്ങനെ കുഴപ്പം പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തിക്കണമല്ലോ. അതിന് നിങ്ങൾ സംസ്ഥാന വ്യാപകമായി ആ സംഘടനയുടെ പേരിൽ തന്നെ വർഗീയതയുണ്ട് എന്ന് പറയുകയും MSF ഇത് ഇന്നലെയും തുടങ്ങിയതല്ല, തുടക്കം മുതലേ അങ്ങനെയാണെന്നാണ് അങ്ങ് പറഞ്ഞത്. സഞ്ജീവ് അങ്ങനെയല്ല പറഞ്ഞിരുന്നത്. അങ്ങ് പറയുന്നത് തുടക്കം മുതലേ അങ്ങനെയാണെന്ന്. തുടക്കം മുതലേ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചെയർമാനെ ഉണ്ടാക്കിയത് SFI ആണ്. CP ജോണിന്റെ കാലത്ത് CP ജോൺ SFIയുടെ അധ്യക്ഷനായിരിക്കുമ്പോഴാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അങ്ങനെയല്ലായിരുന്നു, അതിനുശേഷമായി എന്നാണോ? അങ്ങനെയെങ്കിൽ അതുകൂടി വിശദീകരിക്കണം അങ്ങ്. 1980 ഞാൻ ശ്രീമതി സ്മൃതി പരുത്തിക്കാട് ഇവിടെ നേരത്തെ മിനിറ്റുകൾ എടുത്ത് നവാസ് സംസാരിച്ചപ്പോൾ നിങ്ങൾ ഇടപെട്ടില്ല. കാരശ്ശേരി മാഷ് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇടപെട്ടില്ല. നിങ്ങൾ എന്നെ ക്വസ്റ്റ്യൻ ഇങ്ങനെ നടത്തി വിചാരണ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ അവരുടെ ടേണിൽ അവർ പറഞ്ഞോട്ടെ. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. പിന്നെ നവാസിനോടൊരു കാര്യം, ഇത് ഹരിതയുടെ യോഗമല്ല. ഹരിതയിലെ യോഗത്തിൽ പെൺകുട്ടികളോട് വായിൽ കയറി പറയുന്നത് പോലെ, ഇടങ്കോലിടുന്നത് പോലെ, അധിക്ഷേപം നടത്തുന്നത് പോലെ ഞാൻ സംസാരിക്കുമ്പോൾ ഇടക്ക് കയറി പറയാൻ നിൽക്കണ്ട. മനസ്സിലായല്ലോ? ഹരിതയുടെ യോഗത്തിൽ തോന്നിവാസം പറയുന്നത് പോലെ ഞാൻ താങ്കൾക്ക് വ്യക്തമായ മറുപടി പറഞ്ഞാൽ ചർച്ചയിൽ വിജയിക്കാമല്ലോ സയ്യിദ് മുഹമ്മദ് സാദിഖ്. നമുക്ക് പോയിന്റിലേക്ക് വരൂ, വിഷയത്തിലേക്ക് വരൂ. അല്ല, ഞാൻ പറയാം, ഈ ചർച്ചക്ക് ഒരു ആങ്കർ ഇരിക്കുമ്പോൾ എന്റെ ചർച്ചയിൽ കയറി നവാസ് പറയാൻ ഇത് ഹരിതയുടെ യോഗമല്ല. അല്ല, അതാ ഞാൻ പറഞ്ഞത്, അധിക്ഷേപമല്ലല്ലോ മറുപടി. അങ്ങ് ഉത്തരം പറയുന്നേ. അതെങ്ങനെ അധിക്ഷേപമാകുന്നത്? ഹരിത വിഷയത്തിൽ മാപ്പ് പറയും പരിഹരിക്കുകയും ചെയ്തു എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ ശ്രീ സയ്യിദ് മുഹമ്മദ് സാദിഖ്. അതിലൊരു തിരുത്തൽ എന്ന് പറയുന്നത് MSFന്റെ തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ എത്ര പെൺകുട്ടികൾ മത്സരിച്ചു, എത്ര പെൺകുട്ടികൾ വിജയിച്ചു എന്ന് നോക്കണം. മിടുക്കികളായ പെൺകുട്ടികളെ കൊണ്ടുവരുന്നുണ്ടെന്നേ, അതൊരു നല്ല പാഠമാണ്, എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്നതാണ്. ഇനി അങ്ങ് പറയൂ. അല്ല, തെരഞ്ഞെടുപ്പിൽ ഭാവിയിൽ എത്ര പെൺകുട്ടികളെ കൊണ്ടുവന്നാലും സ്വന്തം യോഗത്തിൽ സഹപ്രവർത്തകരെ വേശ്യ എന്ന് വിളിച്ചതിനുള്ള മറുപടി ആവില്ല. ഞാനിത് പറയാൻ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഞാൻ സംസാരിക്കുമ്പോൾ തടസ്സപ്പെടുത്തിയതുകൊണ്ട് ഹരിതയുടെ യോഗമല്ല ഓർമ്മിപ്പിച്ചതാണ്.
നിങ്ങൾ എന്താണോ പറയുന്നത് അത് നിങ്ങൾ എന്താണെന്ന് അളക്കുന്നതിന് കാരണമാവുകയാണ് സയ്യിദ് മുഹമ്മദ് സാദിഖ്. ദയവാദി വിഷയത്തിലേക്ക് വരും. നമ്മൾ ഹരിതയൊക്കെ നന്നായി ചർച്ച ചെയ്യുകയും MSFനെ അതിശക്തമായി വിമർശിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ നവാസിനെ അതിശക്തമായി വിമർശിച്ച് ചർച്ച നടത്തിയിട്ടുള്ളതാണ്. നവാസ് അതിൽ ഖേദപ്രകടനം നടത്തുകയും അതിനുശേഷം ആ വനിതാ നേതാക്കൾ മുന്നോട്ട് വന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനി അതിലേക്ക് തന്നെ പോണോ? തിരുത്തലാണല്ലോ പ്രധാനം. തിരുത്തലിനെ കുറിച്ചാണല്ലോ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. തിരുത്താനുണ്ടെങ്കിൽ തിരുത്തൂ, അല്ലെങ്കിൽ തെറ്റ് ചൂണ്ടിക്കാണിക്കൂ. അങ്ങ് ഉത്തരത്തിലേക്ക് വരും. തീർച്ചയായും സ്മൃതി, ഞാൻ തുടക്കം ഈ സംസാരം തുടങ്ങുമ്പോഴേ ഞാൻ പറഞ്ഞു, ഇവിടെ താർക്കികമായും താത്വികമായും ഇവിടെ ഉന്നയിച്ച വാദങ്ങൾക്ക് എനിക്ക് വിശദീകരണം നൽകേണ്ടതുണ്ട്. അതിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തിരിച്ച് ഇദ്ദേഹം കയറി ഇടപെട്ടപ്പോ ഹരിതയുടെ യോഗമല്ല എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചേ ഉള്ളൂ. അല്ല, ഞാൻ പറയാണെന്നേ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഓരോന്നോരോന്നായി ഞാൻ പറയാം. ഒന്ന്, ഞങ്ങൾ ഈ മൗദൂദി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് പറഞ്ഞപ്പോ മുസ്ലിം ഈക്വൽ ടു മൗദൂദി എന്നുള്ള ഒരു നരേഷൻ വരാൻ സാധ്യതയുണ്ട് എന്ന് കാരശ്ശേരി മാഷ് പറഞ്ഞു. ഞങ്ങൾ ഇത് പറയാൻ കാരണം എന്താ? കഴിഞ്ഞ ദിവസങ്ങളിൽ PK നവാസ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റുകൾ പലതും കണ്ടാൽ മനസ്സിലാകും. അത് PK നവാസിന് പോസ്റ്റ് എഴുതി കൊടുക്കുന്നത് C ദാവൂദ് ആണോ എന്നുള്ള സംശയം എനിക്കുണ്ട്. നേരത്തെ ഹരിത നേതാക്കളുടെ പോസ്റ്റ് എഴുതി കൊടുക്കുന്നത് യാസർ അടപ്പാളാണോ എന്ന് ചോദിച്ചതുപോലെ C ദാവൂദ് ആണോ പോസ്റ്റ് എഴുതി കൊടുക്കുന്നത് എന്ന് ഞങ്ങൾക്ക് നവാസ് ഒന്ന് മിണ്ടാതിരിക്കി. ഞാൻ സംസാരിക്കുമ്പോ ഇടക്ക് കയറി പറയല്ലേ. സയ്യിദ് മുഹമ്മദ് സാദിഖ് പറയൂ, ഏത് പോസ്റ്റാണ്? പറയൂ, അദ്ദേഹം പറയുന്നേ. ഏത് പോസ്റ്റ് എന്ന് പറയട്ടെ. ഇത് അസിമുനീർ നടത്തുന്ന പോലെ എന്തെങ്കിലും പറഞ്ഞു പോലല്ലോ. ശരി, നവാസ് പറയട്ടെ. നവാസ് അദ്ദേഹം പറയട്ടെ. ഏത് പോസ്റ്റാണ് സയ്യിദ്? പറ. SFIയുടെ സംസ്ഥാന സെക്രട്ടറി ശരീരത്തിൽ സംഖ്യ പെറ്റുകിടക്കുന്നയാളാണ്, അഗ്രഹാരപുത്രനാണ്, വരേണ്യനാണ് എന്നുൾപ്പെടെയുള്ള പോസ്റ്റുകൾ നവാസ് എഴുതിയത് ആരുടെ ഭാഷയാണ്? ജമാഅത്തെ ഇസ്ലാമിയുടെയും C ദാവൂദിന്റെയും ഭാഷയെടുത്ത് ഫ്രട്ടേണിറ്റിയുമായി സഖ്യമുണ്ടാക്കി ജമാഅത്തെ ഇസ്ലാമിയുടെ വാർത്താ സമ്മേളനം വിളിച്ചിട്ട് അംഗീകാരം നൽകുന്ന നവാസിന്റെ പരിപാടി ഉണ്ടല്ലോ. 2017 തെരഞ്ഞെടുപ്പിൽ ഇല്ല, നവാസിന് സമയം തരാം. അദ്ദേഹം പൂർത്തിയാക്കട്ടെ. അദ്ദേഹം മുഴുവൻ ആൻസറും തരട്ടെ. 2017 തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് ഉൾപ്പെടെ MSF തോറ്റതിന് ശേഷമാണ് ഈ നവാസ് MSFന്റെ പ്രസിഡന്റ്ഷിപ്പ് ഏറ്റെടുക്കുന്നത്. അതിനുശേഷം SFIയെ തോൽപ്പിക്കാൻ വേണ്ടിയും ക്യാമ്പസുകളിൽ വിശാലമായൊരു കൂട്ടായ്മ രൂപപ്പെടുത്താൻ വേണ്ടിയും ഫ്രട്ടേണിറ്റിയെ ഉൾപ്പെടെ കൂടെ കൂട്ടിയവരാണിവർ. മഞ്ചേരി NSS കോളേജിലും പൊന്നാനി MES കോളേജിലും മുൻ വർഷങ്ങളിൽ ഫ്രട്ടേണിറ്റിയുമായി സഖ്യമുണ്ടാക്കിയവരാണിവർ. സെനറ്റ് സീറ്റ് തരാമെന്ന് പറഞ്ഞ് പറ്റിച്ച് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ MSFന് ഫ്രട്ടേണിറ്റിയുടെ വോട്ട് വാങ്ങിയിട്ട് ഫ്രട്ടേണിറ്റിയുടെ നേതാക്കൾ തന്നെയാണ് നവാസിനെതിരായി പിറ്റേന്ന് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇതിന് മറുപടി ഉണ്ടോ? ഗോകുൽ ഗുരുവായൂരിനെ കുറിച്ച് പറഞ്ഞല്ലോ. സഞ്ജീവിന്റെ പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഈ ശശികല പോസ്റ്റ് ഷെയർ ചെയ്ത സമയത്ത് നിങ്ങളെല്ലാം പറഞ്ഞു ശശികല SFIയുടെ വാദം ഏറ്റെടുത്തു. എന്നാൽ MSFന്റെ കുട്ടികളോട്, കുഞ്ഞാപ്പാന്റെ കുട്ടികൾ തൽക്കാലം പോയി നെയ്ച്ചോറും കോഴിയിറച്ചിയും കഴിച്ച് കടന്നുറങ്ങാൻ നോക്ക് എന്ന വംശീയമായ പരാമർശം KSUവിന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റായ ഗോകുൽ ഗുരുവായൂർ നടത്തിയപ്പോൾ എന്താ ശശികല വന്ന് വിളിച്ചത്? മിടുക്ക എന്നാണ്. ഗോകുൽ ഗുരുവായൂരിനെ മിടുക്ക എന്ന് വിളിച്ച് ശശികല അപ്രീഷിയേറ്റ് ചെയ്തപ്പോൾ KSUവിന് ശശികലയുടെ നാവാണ് എന്ന് MSF പറഞ്ഞോ? MSFന്റെ സംസ്ഥാന നേതാക്കൾ അതിന് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞോ? അതിനെ തിരുത്താൻ KSU നേതാക്കൾ തയ്യാറായോ? എന്റെ പോസ്റ്റ് ശശികല ഷെയർ ചെയ്യേണ്ടതില്ല എന്ന് ഗോകുൽ ഗുരുവായൂർ പറഞ്ഞോ? അപ്പോ കുഞ്ഞാപ്പാന്റെ കുട്ടികൾ നെയ്ച്ചോറും തിന്ന് കോഴിയിറച്ചിയും കഴിച്ച് കടന്നുറങ്ങുകയെന്ന് ഗോകുൽ ഗുരുവായൂർ പറയുമ്പോൾ അതിനെ ശശികല ടീച്ചർ ഷെയർ ചെയ്യുന്നു, ഇവർ മിണ്ടുന്നില്ല. എന്നാൽ SFI സംസ്ഥാന സെക്രട്ടറിയുടെ പോസ്റ്റ് ശശികല ഷെയർ ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ SFI സംസ്ഥാന സെക്രട്ടറിയുടെ വാളിൽ ഒരു പോസ്റ്റ് വന്നു. അതിൽ കൃത്യമായി പറഞ്ഞല്ലോ, കേരളത്തിലെ തെരുവുകളിൽ രാജവമ്പാലയെ പോലെ ഇങ്ങനെ വിഷം തുപ്പുന്ന വിഷകലയുടെ ശ്രദ്ധക്കായി ഞങ്ങൾ പറയുന്നു. ഈ സുവർണാവസര പോസ്റ്റ് ആരെ സഹായിക്കാനാണെന്ന് ഞങ്ങൾക്കറിയാം. വർഗീയതക്കെതിരായ പോരാട്ടത്തിൽ ഞങ്ങളുടെ ഒന്നാമത്തെ ശത്രു ഹിന്ദുത്വ വർഗീയതയാണെന്ന് ശശികലയ്ക്ക് മറുപടി ഞങ്ങൾ പറഞ്ഞു. ശരി, സയ്യിദ് മുഹമ്മദ് സാദിഖ്, സമയക്കുറവുകൊണ്ടാണ് ABPയുടെ പിന്തുണ വേണ്ട എന്ന് എന്തുകൊണ്ടാണ് കാസർഗോഡ് കോളേജിൽ ABP പിന്തുണ വേണ്ട എന്ന് നിങ്ങൾ എന്താണ് പറയാത്തത്? നവാസ് ഈ ചർച്ചയിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഞങ്ങൾ ഈ ഫ്ലോറിൽ വെച്ച് കൃത്യമായി പറയുന്നു, എവിടെ വെച്ചും ഞങ്ങൾ പറയും, കേരളത്തിൽ കാസർഗോഡ് കോളേജിൽ എന്നല്ല എവിടെയും ABVPയുടെ ഒരു വോട്ടും ഞങ്ങൾക്ക് വേണ്ട.
ABVP പരസ്യമായി SFIക്ക് വോട്ട് തരാമെന്ന് പറഞ്ഞിട്ടുമില്ല. എന്ന് മാത്രവുമല്ല, ഈ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ABVP മത്സരിക്കുന്നില്ലെങ്കിൽ ഒരു കോളേജിൽ സംഘപരിവാരത്തിന് മത്സരിക്കാൻ ആളെ കിട്ടാതിരിക്കുമ്പോൾ അതിൽ സന്തോഷിക്കുകയല്ലേ? പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. എന്നാൽ സയ്യിദ് മുഹമ്മദ് സാദിഖ് ABVP മത്സരിക്കുന്നില്ല, നിങ്ങൾക്ക് പിന്തുണ എന്ന് പറഞ്ഞത്രേ. ഞങ്ങൾക്കൊരു പിന്തുണയും എവിടെയും പറഞ്ഞില്ല. പരസ്യമായി പറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞു. എവിടെ പറഞ്ഞു? ABVP അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, ഞാൻ ചില കണക്കുകൾ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്ക്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ MSFും ABVPയും ഇതേ കോളേജിൽ പരസ്പരം വോട്ട് കച്ചവടം ചെയ്തതിന്റെ കണക്ക് 2022 നടന്ന തെരഞ്ഞെടുപ്പിൽ ABVPക്ക് സ്ഥാനാർത്ഥിയില്ല. ആ സീറ്റിൽ MSF ചെയർമാൻ സ്ഥാനാർത്ഥി ജയിച്ചത് 200 വോട്ടിനാണ്. 2023 ABVP സഖ്യം എന്നുള്ളത് അല്പം ദഹിക്കാൻ ബുദ്ധിമുട്ടല്ലേ? അങ്ങനെയെങ്കിൽ ഒരു നല്ല സങ്കല്പമല്ലേ എന്ന് കൂടിയുണ്ട്. അതൊരു നല്ല സങ്കല്പമല്ലേ സയ്യിദ് മുഹമ്മദ് സാദിഖ്? അങ്ങനെയാണെങ്കിൽ നല്ല സങ്കല്പമല്ലേ? അവരുടെ അടിസ്ഥാനപരമായ നിലപാടിൽ നിന്ന് ABVP മാറുന്നു എന്നുള്ള വിശാലാർത്ഥത്തിൽ കാണൂ. PK നവാസ്, വ്യക്തിപരമായി തന്നെ നവാസ് നടത്തിയിരിക്കുന്ന പ്രതികരണം അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു നേതാവിന്റെ അതേ വാചകങ്ങളാണ് എന്ന ആരോപണം, അതിനങ്ങ് മറുപടി പറയണം. അതോടൊപ്പം ഫ്രറ്റേണിറ്റിയുമായി ചേർന്ന് നിങ്ങൾ മത്സരിച്ചിരുന്നു എന്നടക്കമുള്ള ആരോപണങ്ങളാണ് SFI ഉയർത്തുന്നത്. അതിന് മറുപടി പറയണം. മൗദൂദി എന്ന് ആവർത്തിച്ചു പറയുന്നതിന് കാരണമുണ്ട് എന്നാണ് SFI ഇപ്പോൾ പറയുന്നത്. അല്ല, അവരുടെ ആ മൗദൂദി എന്ന ആശയത്തിന്റെ വിളിയെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയാണ്. ഒരു തെളിവ് പോലും ഇല്ലാതെ, ഞാൻ നേരത്തെ പറഞ്ഞ അസീം മുനീർ പറയുന്ന പോലെ എന്തൊക്കെയോ വന്നിരുന്ന് വിളിച്ചു പറയാന്നല്ലാതെ അദ്ദേഹത്തിന് തന്നെ ബോധമില്ല. ഇപ്പൊ അദ്ദേഹം ഏതൊക്കെ സംഘടന നിലപാട് പറഞ്ഞു സ്മൃതി ശ്രദ്ധിച്ചോ? SFIയുടെ നിലപാട് പറഞ്ഞു, ഫ്രറ്റേണിറ്റിയുടെ നിലപാട് പറഞ്ഞു, KSUവിന്റെ മുന്നണി നിലപാട് പറഞ്ഞു, ABVPയുടെ നിലപാടും പറഞ്ഞു. എല്ലാം പറയുന്നത് അദ്ദേഹം തന്നെയാണ്. എല്ലാത്തിൻ്റെയും സംസ്ഥാന കമ്മിറ്റി അംഗമാണെന്നാണ് തോന്നുന്നത്. ഞാൻ ഇപ്പം എന്നെക്കുറിച്ച് പറഞ്ഞ വ്യക്തിപരമായ കാര്യം, ബ്രാഹ്മണ കമ്മ്യൂണിസം എന്ന് ഞാൻ ഉപയോഗിച്ചതാണ്. അദ്ദേഹം പറഞ്ഞത് ഞാൻ ജമാഅത്തെ ഇസ്ലാമിൻ്റെ കടമെടുത്താണെന്ന്. കുഴപ്പമൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ ഒരു നിലവാരം വെച്ച് അദ്ദേഹത്തിന് അത്രേ പറയാൻ കഴിയൂ. കാരണം ജമാഅത്തെ ഇസ്ലാമിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയമായ പക്വതയോ ശക്തിയോ ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഞാനൊരു ഈ ഭാഷ പറ്റില്ല. അല്ല, നീ എന്ന പ്രയോഗം എന്ന് പറഞ്ഞില്ല. സയ്യിദ് ഈ ചർച്ചയിൽ മാന്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും അഭിസംബോധന ചെയ്യുമ്പോൾ അല്ല, നീ എന്ന പ്രയോഗം നിങ്ങൾ സുഹൃത്തുക്കളാണെങ്കിൽ നിങ്ങൾ തോളിൽ കൈയിടുന്ന സമയത്ത് പറഞ്ഞോളൂ, പക്ഷേ ചർച്ചയിൽ വേണ്ട. സഖ്യമുണ്ടാക്കിയില്ല നിങ്ങൾ? ആദരണീയനായ സുഹൃത്ത്, ഞാനൊന്ന് പറയട്ടെ. സാദിഖിന്റെ സമയത്ത് സാദിഖ് പറഞ്ഞോ, ഞാനൊന്ന് പറയട്ടെ. SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായ ആദരണീയനായ എന്തിനാണ് നീ എന്ന് വിളിക്കുന്നത്? സയ്യിദ് മുഹമ്മദ് സാദിഖ്, ഒറ്റ മിനിറ്റ്. സയ്യിദ് മുഹമ്മദ് സാദിഖ്, എന്തിനാണ് നീ എന്ന് വിളിക്കുന്നത്? തവണ നീ എന്ന് വിളിച്ചാലും ഞാൻ ആദരണീയനും ബഹുമാന്യനുമായ എന്റെ സുഹൃത്ത് മലയാള ഭാഷയിൽ പലതുമുണ്ട്, അതെല്ലാം പ്രയോഗിക്കാൻ ഓരോ വേദിയുണ്ട്. ഇവിടെ ഒരു ചർച്ചയിൽ പരസ്പരം നിങ്ങൾ എന്ന് വിളിക്കും, അതല്ലേ അതിന്റെ മര്യാദ? സ്മൃതി, എന്റെ സമയം അല്ല, SFI നേതാക്കളുടെ നിലവാരം അളക്കാൻ MSF പ്രസിഡന്റിനെ സുഹൃത്ത് ഞാനൊന്ന് പറയട്ടെ. ഇവിടെ ബ്രാഹ്മണ കമ്മ്യൂണിസം എന്ന വാക്ക് ആരുടെ ഡിസ്കോഴ്സ് ആണ്? പറഞ്ഞിട്ട് അളക്കാം. ഇടത് ഹിന്ദുത്വ എന്ന വാക്ക് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയോ ഇടത് ഹിന്ദുത്വ എന്ന്? സാദിഖ് അലി തങ്ങൾ പറയോ ഇടത് ഹിന്ദുത്വ എന്ന്? പറയുമോ? മുസ്ലിം ലീഗിന്റെ കേരളത്തിലെ ഏതെങ്കിലും ഒരു വിശദീകരിക്കട്ടെ. അത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു നവാസ് വിശദീകരിക്കട്ടെ. ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനം സംഘപരിവാരത്തിനെതിരായി ത്യാഗോജ്ജലമായ പോരാട്ടം നടത്തിയ പ്രസ്ഥാനമാണ്. അങ്ങനെയാണ് മുസ്ലിം ലീഗിനെ വർഗീയ സംഘടനയായി കാണുന്നില്ല എന്ന് CPM പറയുന്നിടത്താണ് നിങ്ങൾ MSFനെ വർഗീയ സംഘടനയായി കാണുന്നത്. അപ്പോൾ ആ വ്യത്യാസം ചോദിക്കണ്ടേ? ഒരു മിനിറ്റ് ചോദിക്കട്ടെ. വളരെ ആധികാരികമായി ഈ മുസ്ലിം പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് പഠിക്കുന്ന ആളാണല്ലോ. മറ്റുള്ളവർക്ക് സമയം കൊടുക്കൂ. ബ്രാഹ്മണ കമ്മ്യൂണിസം അത് കേൾക്കട്ടെ, ഉത്തരം കേൾക്കട്ടെ. സാദിഖിന്റെ ചോദ്യം വ്യക്തമാണ്. സാദിഖിന്റെ ചോദ്യം വ്യക്തമാണ്. SFIയെ രാഷ്ട്രീയം പഠിപ്പിക്കാനും SFI നേതാക്കളുടെ നിലവാരം അളക്കാനും നവാസ് വരേണ്ടതില്ല എന്ന് ഞങ്ങൾ കൃത്യമായി പറയാം. KSU നേതാവിന് പിന്തുണ കൊടുക്കുന്ന ശശികല ടീച്ചർക്കെതിരെ മിണ്ടാൻ ധൈര്യമില്ലാത്ത നവാസെ ആദ്യം പോയി KSUവിന് പിന്തുണ കൊടുക്കുന്ന ശശികല ടീച്ചർക്കെതിരെ രണ്ട് വർത്തമാനം പറ. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ABVP വിഭജന ദിനം നടത്തിയപ്പോ അതിനെതിരായി ശക്തമായ പോരാട്ടം നടത്തി ആ പരിപാടി തടസ്സപ്പെടുത്തിയ ആളുകളെ SFI ഈ കാസർഗോഡ് കോളേജിൽ
ABP-യുടെ വിഭജന കഷ്ടം. ഭീതി ദിനം പരമ തടസ്സപ്പെടുത്തിയ കഷ്ടം. ഞങ്ങളുമായി നാട്ടുകാരെ നോക്കി ചിരിക്കുന്നു ABP സാദിഖേ. സഖ്യമാണെന്ന് നാണമില്ല ഇങ്ങനെ നാട്ടുകാരെ കള്ളം നോക്കി പറയാൻ. ചിരിക്കുന്നു. SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ABP-യുമായി ബഹളം വെച്ചാൽ ജയിക്കാമോ? ബഹളം വെച്ചാൽ ഒരു തർക്കത്തിൽ ജയിക്കാമോ? സംസ്ഥാന പ്രസിഡന്റിന്റെ ബഹളം വെച്ചാൽ സയ്യിദ് മുഹമ്മദ് സാദിഖ് ഒരു തർക്ക വിഷയത്തിൽ വിജയിക്കാൻ പറ്റുമോ? സയ്യിദ് മുഹമ്മദ് സാദിഖ് കേൾക്കാൻ കൂടിയുള്ള ക്ഷമ വേണം. ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി പറയാനുള്ള ക്ഷമ കാണിക്കണം. സയ്യിദ് മുഹമ്മദ് സാദിഖ് ആരോപണം ഉന്നയിക്കുമ്പോൾ അത് മറുപടി കേൾക്കാൻ കൂടി ക്ഷമ കാണിക്കൂ. ആണും പെണ്ണുമായ നേതാക്കളോട് പറഞ്ഞതുപോലെയുള്ള സംസാരവുമായി നവാസ് വരണ്ട. ഇത് SFI ആണ്. ഞങ്ങൾ അല്ലല്ല, ഈ ചർച്ചാ വേദി ഭീഷണിപ്പെടുത്താനുള്ള ഇടമല്ല. അല്ലല്ല, ഭീഷണിപ്പെടുത്താനുള്ള സ്ഥലമല്ല. നമുക്കൊന്ന് പറയാലോ. ഭീഷണിപ്പെടുത്താനുള്ള സ്ഥലമാണോ ചർച്ച? ഉത്തരം കേൾക്കണ്ടേ? ഞാൻ പറയാം, ഉത്തരം കേൾക്കണ്ടേ? മറുപടി പറയട്ടെ. എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് നവാസ് വിശദീകരിക്കട്ടെ. സയ്യിദ് മുഹമ്മദ് സാദിഖ് ഒന്ന് കേൾക്കൂ. നവാസ് ആദ്യം ഞാൻ പറയാം. ഇനി എന്നാണ് ആദരണീയനായ SFIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്നോട് ചോദിച്ചത്. ബ്രാഹ്മണ എവിടുന്ന് കിട്ടിയാലും പ്രശ്നമില്ല. അത് ജമാഅത്തെ എവിടുന്ന് കിട്ടിയാലും പ്രശ്നമില്ല. പരിചയപ്പെടുത്തി തരാം. SK ബിശ്വാസ് ഒന്ന് നിർത്തുന്നു. ഇയാളെന്തോന്നാ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഒരു അന്തമില്ലാത്ത വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നത്. സുഹൃത്തെ, അന്തമില്ലാതെ പറയാലോ, ഉണ്ടായിരിക്കും. 5 മിനിറ്റായാലും അന്തമില്ലാത്ത വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നത്. അന്തക്കേട് നിർത്ത്. പറയുന്നത് വിവരക്കേടാൻ സ്വയം അറിയാത്തോണ്ട് അത് നിർത്ത്. വിവരക്കേട് നിർത്ത്. ഒന്ന് പറയട്ടെ. വിവരക്കേട് നിർത്ത് സാധിക്കേ. അതെ, അന്തക്കേട. നാട്ടുകാർ കണ്ടോണ്ടിരിക്കുന്ന ഈ അന്തക്കേടല്ലേ? 5 മിനിറ്റായിട്ട് നിരന്തരമായി എന്തൊക്കെയോ വിളിച്ചു പറയും, ഒരു മാനസിക അസ്വസ്ഥനെ പോലെ. ഒന്ന് നിർത്തിയാൽ ഞാൻ പറയാം. അതെ, ഞാനൊന്ന് പറയാം. താങ്കൾ ചോദിച്ചു ഉത്തരം പറയാൻ അത് കേൾക്കാനുള്ള മര്യാദകൾ കാണിക്കണ്ട ഭായി. ഇതെന്താണ് ഭായി? ഒരു ഉത്തരം പറയാനുള്ള സമയം അനുവദിക്കണ്ട ഭായി. ഇങ്ങനെ അസ്വസ്ഥനാവല്ലേ? ഒരു ഉത്തരം പറയാൻ കേൾക്കണ്ട ഭായി. താങ്കൾ ചോദിച്ചല്ലോ ചർച്ചയിൽ സമയം പോരാ. കാരശ്ശേരി മാഷ്ക്ക് എനിക്ക് സമയം പോരാന്ന് പറഞ്ഞിട്ടല്ലേ സമയം ചോദിച്ചേ? അത് ഒന്ന് എന്റെ സമയമാണ് ഭായി. 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 ഒരു ഇത്തിരി ഉളുപ്പ് കേൾക്കുന്ന ആളുകൾക്ക് ഉള്ളത് കൊണ്ടെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുന്നേ. ഒരു ഇത്തിരി ഉളുപ്പ് പ്രേക്ഷകർക്കുണ്ടെങ്കിൽ മനസ്സിലാക്കും. ഒന്നും മിണ്ടാതിരിക്കും. അതെ, ഞാനത് പറയുന്നേ. ഒന്ന് മിണ്ടാതിരിക്കാനുള്ള മര്യാദ അതില്ലല്ലോ. കേൾക്കാനുള്ള സഹിഷ്ണുത അതില്ലല്ലോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഉത്തരം മുട്ടിപ്പോകുന്ന കരുതിയിട്ട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. നാട്ടുകാർക്ക് ഇതൊക്കെ തിരിവ് സാധിക്കാം. നാട്ടുകാർക്ക് കുറെ കാലമായി കാണാൻ തുടങ്ങിയിട്ട് സാധിക്കും. ഞാൻ ഇന്നും ഇന്നലെയും ചർച്ച നിൽക്കാൻ തുടങ്ങിയതാവും. നാട്ടുകാർ ചർച്ച കാണാൻ കുറെ കാലമായി. എല്ലാവർക്കും എനിക്ക് എന്നെ പറയാൻ കേൾക്ക്. എന്നെ കേൾക്ക്. ഞാൻ പറഞ്ഞത് കേൾക്ക്. ഞാൻ പറഞ്ഞിട്ട് ചോദിക്കുക സാധിക്കേ. എന്റെ ഉത്തരത്തിന് മറുചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കേ. താങ്കളുടെ ഏത് ചോദ്യം ചോദിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരാൾക്ക് മുമ്പിൽ ഉത്തരം കേൾക്കാനുള്ള സഹിഷ്ണുത കാണിക്കും. അതില്ലല്ലോ. ഹിന്ദുത്വ പ്രസ്ഥാനം എന്ന് വിളിച്ചാൽ ഞങ്ങൾ അതിനെ അങ്ങനെ അനുവദിച്ച് തരുമെന്ന് താങ്കൾ ധരിക്കണ്ട. ഞാൻ ഒരു മിനിറ്റ് സമയം തരാൻ ധൈര്യമില്ലല്ലോ. കാരണം ഞാൻ പറഞ്ഞ ഉത്തരം പോയല്ലോ. ശരീരത്തിൽ സംഖ്യ വെച്ച് കിടക്കുന്ന ആളെന്ന് വിളിക്കാൻ താങ്കൾ ആരാ? കണ്ടിട്ടുണ്ടോ? ഒരു ഉത്തരം കേൾക്കാൻ പോലും ധൈര്യമില്ലാത്ത താങ്കളാണ് ഇവിടെ വർത്തമാനം പറയുന്നത്. വിപ്ലവ വിദ്യാർത്ഥി സംഘടന ഒരു ഉത്തരം കേൾക്കാനുള്ള ധൈര്യം നമുക്കറിയാം. ഈ ബഹളം ഇവിടെ അവസാനിക്കാൻ തോന്നില്ല. ഹരിത നേതാക്കൾക്ക് ഫണ്ട് വിഷയത്തിലൂന്നി ചർച്ച നടത്താൻ SFI പ്രതിനിധി തയ്യാറായിട്ടില്ല. ദയവ് ചെയ്ത് അങ്ങോട്ട് ഞാൻ ചോദിച്ചതാണ്. അങ്ങ് പറഞ്ഞ ചോദ്യത്തിന് നവാസ് മറുപടി പറയാനുള്ള അവസരം അങ്ങ് നൽകിയില്ല അല്ലേ? ശരി, വളരെ നന്ദി PK നവാസ്. സമയം പൂർണ്ണമായി അവസാനിച്ചുകൊണ്ടാണ്. ഇതെങ്ങനെ അവസാനിച്ചു എന്നുള്ള ജലം വിലയിരുത്തട്ടെ. വളരെ നന്ദി PK നവാസ്, സയ്യിദ് മുഹമ്മദ് സാദിഖ്, ഡോക്ടർ MN കാരശ്ശേരി ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.